ആ ജോ, എന്താടാ? മനു ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. ജോ എന്തോ പറഞ്ഞു. ആണോ? മനു വീണ്ടും പറഞ്ഞതും ആമിക്ക് അവരെന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ നാളെ വരാം, വന്നിട്ട് തീരുമാനിക്കാം. മനു പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ആമി സംശയത്തോടെ അവനെ നോക്കി. പേടിച്ചു പോയോ? അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു. അവൾ തലകുലുക്കി. പേടിക്കണ്ട കേട്ടോ, അത് ഞങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം പറഞ്ഞതാ. അവൻ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. മോള് പോയി കിടന്നോ, നല്ല തണുപ്പുണ്ട്. മനുവേട്ടൻ അല്ല ചാച്ചൻ പോകുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊയ്ക്കോളാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടടാ. മോള് പോയി കിടന്നോ. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. രാവിലെ അടുക്കളയിൽ പാചകത്തിലാണ് മനു. പപ്പയും മമ്മയും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ആമി സ്ലാബിൻ്റെ മുകളിലിരുന്ന് മനു ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ്. ഞാനിവിടെ സഹായിക്കാൻ ചാച്ചാ, എനിക്കിതൊക്കെ അറിയാം. വേണ്ട, കുറേ നാൾ നീ പണിയെടുത്തതല്ലേ, ഇനി നീ വിശ്രമിക്ക്. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അവൻ പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് തുറന്ന് ഒരു ഓറഞ്ച് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ചാച്ചൻ്റെ കൊച്ച് ഇത് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. ചാച്ചാ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. എന്തോ? ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവൾ അവനെ അവൻ്റെ അടുത്തേക്ക് കൈ ആട്ടിക്കൊണ്ട് വിളിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ ഓറഞ്ചിൻ്റെ നീര് അവൻ്റെ കണ്ണിലേക്ക് തെറിപ്പിച്ചു. ഡി! അവൻ കണ്ണു പൊത്തിക്കൊണ്ട് അവളെ തമാശയ്ക്ക് അടിക്കാൻ കൈയൊങ്ങിയതും അവൾ സ്ലാബിൽ നിന്നും ചാടിയിറങ്ങി ഹാളിലേക്ക് ഓടി. അവനും അവളുടെ പുറകെ ഓടി. അവൾ സെറ്റിക്ക് ചുറ്റിനും ഡൈനിങ് ടേബിളിന് ചുറ്റിനും അവനെ അവൾക്ക് പുറകെ ഓടിപ്പിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവനെ കോക്കറി കുത്തി കാണിച്ചു. നിന്നെ എപ്പോഴും എൻ്റെ കൈ കിട്ടൂടി. ഓഫീസിൽ പോകാൻ സമയമായി. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. അവൻ ഇളിയിൽ കൈകുത്തി നിന്ന് അയച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പിടിച്ചേനെ. കാണണോ പിടിക്കുന്നത്? കാണണം, അവൾ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും അവളുടെ പുറകെ ഓടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും രണ്ടുപേരും നല്ലവണ്ണം ക്ഷീണിച്ചിരുന്നു. അവൾ സെറ്റിയിലേക്ക് വന്നിരുന്നു. അവനും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇനി ഓടാൻ വയ്യ ചാച്ചാ, മതി, അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചിരിച്ചു. അവൻ അവളോട് പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് കയറിപ്പോകാൻ തുടങ്ങി. ചാച്ചാ, അവൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. അതെ, ഞാനൂടി വരട്ടെ ഓഫീസിലേക്ക്? വൈകിട്ട് വരെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇവിടെ ബോറടിക്കും, പ്ലീസ്, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. മോളെ, ഞാനവിടെ ഭയങ്കര തിരക്കിലായിരിക്കുമടാ, എനിക്ക് നിന്നെ നോക്കാനൊന്നും ടൈം കിട്ടില്ല. പ്ലീസ് പ്ലീസ്, ഞാൻ ഒരിടത്ത് അടങ്ങിയിരുന്നോളാം. ഇവിടെ എത്രയാന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നേ, പ്ലീസ്, അവൾ അത്രയും കെഞ്ചി പറഞ്ഞതും അവന് സമ്മതിക്കാതെ ഇരിക്കാൻ പറ്റിയില്ല. ശരി, എങ്കിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറിവാ, അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ചാടി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. പിന്നെ അവൻ പറഞ്ഞതും അവൾ നിന്നു. പിന്നെ അവനെ തിരിഞ്ഞു നോക്കി. ജോ ചിലപ്പോൾ വരും, കുഴപ്പമില്ലല്ലോ അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ വിടർന്ന മുഖം മങ്ങി. എന്താടി, പേടിയുണ്ടോ? അവൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൾ ഉണ്ടെന്ന് തലയാട്ടി. ഞാൻ അവനോട് വരണ്ടാന്ന് പറയാം, എന്താ, അത് മതിയോ? അവൻ ചോദിച്ചതും അവളുടെ മുഖം വീണ്ടും വിടർന്നു. മതി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനൊരു പേടിത്തൊണ്ടി, നീ എങ്ങനെയാടി അവൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നേ? അതിന് ഞാൻ ചാച്ചൻ്റെ കൂടെയല്ലേ നിൽക്കുന്നേ. അപ്പോൾ നീ ഒരിക്കലും അവൻ്റെ കൂടെ പോവില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല, പക്ഷേ ഇപ്പോൾ പോവില്ല, അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ ചിരിച്ചു. അവൾ മുറിയിൽ കയറി കുളിച്ച് ഫ്രഷായി. അവർ രണ്ടുപേരും ആഹാരം കഴിച്ചിട്ട് ഓഫീസിലേക്ക് ഇറങ്ങി. എവിടേക്കാ ജോ രാവിലെ? അവൻ റെഡിയാകുന്നത് കണ്ട് നിക്കു ചോദിച്ചു. ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇന്നലെയല്ലേ അവളെ പോയി കണ്ടത്? എനിക്കെന്തോ ഇന്ന് അവളെ കാണണമെന്ന് തോന്നുന്നു. ജോ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടടാ. എന്ത് പ്രശ്നം? ഞാൻ മിന്നുകെട്ടി എൻ്റെ പെണ്ണല്ലേ അവൾ. അവളെ എനിക്ക് തോന്നുമ്പോൾ കാണാൻ പോകാം, ആരും എന്നെ എതിർക്കാൻ പോകുന്നില്ല. ജോ, ഞാൻ ഇറങ്ങുക. അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ജോ ഇറങ്ങി. ഓഫീസിൽ ചെന്ന മനു എല്ലാവർക്കും അവളെ അവൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി. അവളെ അവൻ്റെ ക്യാബിനിൽ കൊണ്ടിരുത്തി. അവൻ ഫയൽ നോക്കാൻ തുടങ്ങി. ചാച്ചന് സെക്രട്ടറി ആയിട്ട് ആരുമില്ലേ? ഉണ്ടായിരുന്നടി, ആ കുട്ടിയുടെ അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ലീവ് കൊടുത്തു. ഈ കമ്പനി ചാച്ചൻ്റെയാണോ? അതെ, ഞാൻ 2 വർഷം മുമ്പ് വാങ്ങിയതാ. ഇത് ഭയങ്കര ലോസിലായിരുന്നു, അങ്ങനെ വാങ്ങിയതാ. പിന്നെ അവിടുന്ന് കുറേ കഷ്ടപ്പെട്ടു ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ. ജോയും നിക്കുവും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഇവിടെ ഇരിക്കെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, പോയിട്ട് വരാമേ. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾ ഇരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ആരോ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറി വന്നു. അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവൻ ക്യാബിൻ ഡോർ അടച്ചിട്ട് മാറിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി. അവൻ എടുത്തു കൊടുത്ത ടോപ്പും ലെഗിൻസുമായിരുന്നു അവൾ ഇട്ടിരുന്നത്. മുടി കുളിപ്പിന്നൽ കെട്ടിയിട്ടിരിക്കുകയാണ്. മുഖത്ത് കുഞ്ഞൊരു കറുത്ത പൊട്ടിട്ടിട്ടുണ്ട്. അവൾ പേടിച്ച് കൈകൾ രണ്ടും ടോപ്പിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. അവനെവിടെ? അവൻ അവളെ മൈൻഡ് ചെയ്യാത്തതുപോലെ ചോദിച്ചു.
ചോദിച്ചത് കേട്ടില്ലേ മനു എവിടെയെന്ന്? അത് ചാച്ചൻ മീറ്റിങ്ങിന് പോയി. അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു. ചാച്ചനോ? അവൾ പറയുന്നത് കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അത് മനുചാച്ചൻ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ. അവൾ കുനിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. നീ രാവിലെ കഴിച്ചോ? കഴിച്ചു. നീ എന്നാ വീട്ടിലേക്ക് വരുന്നത്? അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ആമി പറയ്, എന്നാ നീ വീട്ടിലേക്ക് വരുന്നത്? അത് ഞാൻ ഞാൻ വരുന്നില്ല. അതെന്താ കാര്യം? അവൻ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് ചാച്ചൻ്റെ വീട്ടിൽ നിന്നാൽ മതി. അപ്പോൾ നീ ഒരിക്കലും എൻ്റെ അടുത്ത് വരില്ലേ? അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി നോക്കി. പറയാമി, ഞാൻ മരിക്കുമ്പോൾ പോലും നീ എന്നെ കാണാൻ വരില്ലേ? അത്രയും വെറുപ്പാണോ എന്നോട്? അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പറയ്, വരില്ലേ? അവൻ അവളുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാരമില്ല, എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്ന് ഞാൻ പറയില്ല, മനഃപൂർവ്വം തന്നെയായിരുന്നു. എനിക്ക് അത്രയും ദേഷ്യം അവനോടുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലേക്ക് നിന്നെ വലിച്ചിട്ടത് തെറ്റായിപ്പോയി. ഐ ആം സോറി. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഡോറ് തുറന്ന് ഇറങ്ങിപ്പോയി. ആമിക്ക് അവൻ്റെ മാറ്റം കണ്ട് അത്ഭുതം തോന്നി. ആദ്യമായിട്ടായിരുന്നു അവനെ അങ്ങനെ കാണുന്നത്. അവൾ അതെല്ലാം ആലോചിച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു. അവൾക്ക് മനസ്സിൽ എന്തോ പേടി തോന്നിയിരുന്നു. നീ എൻ്റെ അടുത്ത് വരൂ ആമി, വരാതെ ഇരിക്കാൻ നിനക്ക് കഴിയില്ല, ഡോറ് തുറന്നിറങ്ങിയ അവൻ മനസ്സിൽ പറഞ്ഞു. ജോ പോയതും ആമയുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നുപോയി. അവൾ പതിയെ എഴുന്നേറ്റ് വാതിലിലെ കണ്ണാടിയിൽ കൂടി നോക്കിയതും ജോ അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. ഫോണിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണവൻ. ഒരു ബ്ലാക്ക് പാൻറ്റും റെഡ് ചെക്ക് ഷർട്ടുമാണ് വേഷം. അവൻ ഫോണിലേക്ക് നോക്കി ചിരിക്കുന്നത് കണ്ടതും ആമയ്ക്കെന്തോ നെഞ്ചിൽ കൊളുത്തി പിടിക്കുന്നത് പോലെ തോന്നി. അവൻ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ നിറഞ്ഞു ചിരിക്കുന്നതെന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ ദേഷ്യത്തോടെ പോയി കസേരയിലേക്കിരുന്നു. കുറച്ചു കഴിഞ്ഞതും മനു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നിരുന്നു. ബോറടിച്ചോ മോളെ? അവൻ സീറ്റിലേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ഇല്ല ചാച്ചാ, ജോ വന്നിരുന്നു അല്ലേ? മോളെ എന്തേലും പറഞ്ഞോ? അവൻ സംശയത്തോട് ചോദിച്ചു. എന്നോട് സോറി പറഞ്ഞു. അവൻ വന്നത് നിന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി. എന്നിട്ട് ചാച്ചൻ എന്തു പറഞ്ഞു? നിനക്കിഷ്ടമാണെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോകരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. എന്താ മോളുടെ തീരുമാനം? എനിക്കറിയില്ല. മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ നിന്നോട് ഒരിക്കലും പോകണമെന്ന് പറയില്ല. അത് വിട്ടേക്ക്. മോളതൊന്നും ആലോചിക്കണ്ട കേട്ടോ. അവിടെ ഇരുന്ന് സിനിമ കണ്ടോ? ഞാൻ ഈ ഫയലൊന്ന് നോക്കട്ടെ. അവൾ മൂളിക്കൊണ്ട് ഫോണിലേക്ക് നോക്കിയിരുന്നു. എന്നാൽ അവളുടെ മനസ്സ് അവിടെ എങ്ങുമല്ലായിരുന്നു. അന്ന് വൈകുന്നേരം മനുവിൻ്റെ ഒപ്പം വീട്ടിലേക്ക് വന്ന ആമി കാണുന്നത് 2 ബാഗും മുൻപിൽ വെച്ച് സ്റ്റെപ്പിലിരിക്കുന്ന ചിന്നുവിനെയാണ്. മനു കാറ് നിർത്തിയതും അവൾ ഇറങ്ങി ചിന്നുവിൻ്റെ അടുത്തേക്ക് വന്നു. ഡി, നീ എന്താ വരുന്ന കാര്യം പറയാഞ്ഞത്? ഓ, ഒന്നും പറയണ്ട. നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി വന്നയാ. ഇവിടെ വന്നപ്പോഴാ ഞാൻ എനിക്ക് തന്നെയാ സർപ്രൈസ് കൊടുത്തതെന്നറിഞ്ഞത്. നിന്റെ കിളി മൊത്തം പോയോ? നീ എന്തായി പറയുന്നേ? ആമി സംശയത്തോട് ചോദിച്ചു. അപ്പോഴേക്കും മനുവും വന്നിരുന്നു. നിനക്ക് വരുവാണേലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? മനുവും ചോദിച്ചു. അത് തന്നെയല്ലേ മനുഷ്യ പറഞ്ഞത്, ഇവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയാ പറയാതെ വന്നതെന്ന്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. സർപ്രൈസ് ആയത് ഞാനാ. എന്നിട്ട് ഇവിടെ ആരുമില്ലെന്നറിഞ്ഞപ്പോൾ നീ എന്താ എന്നെ വിളിക്കാഞ്ഞത്? ആമി ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു. എന്തായാലും സർപ്രൈസ് തരാൻ വന്നതല്ലേ ഞാൻ. അപ്പോൾ കരുതി നിങ്ങൾ വരുമ്പോൾ സർപ്രൈസ് ആകട്ടെ എന്ന് അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഹോ, ഇങ്ങനെയൊരു സാധനം! ആമി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും മനുവും അവളും ചിരിച്ചു. മനു കതക് തുറന്ന് അകത്തേക്ക് കയറിയതും പെൺപിള്ളേരും പുറകെ വെച്ച് പിടിച്ചു. മനു മുറിയിലേക്ക് പോയി. അല്ല, നീ 2 ദിവസമേ നിൽക്കുള്ളൂ എന്നല്ലേ അന്ന് പറഞ്ഞത്? ഇത് 1 മാസത്തേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. ആമി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ 2 മാസം എന്ന് പറഞ്ഞു വന്നിട്ട് ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കേണ്ടി വന്നില്ലേ? അതുപോലെ എനിക്ക് മനുവേട്ടൻ്റെ വീട്ടിൽ നിൽക്കേണ്ടി വന്നാലോ? അതെ മോളെ. ആമി, ഞാൻ രണ്ടും കൽപ്പിച്ചാ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മനുവേട്ടനെ കൊണ്ടേ പോകുള്ളൂ. മിക്കവാറും നീ മനുവേട്ടൻ്റെ കയ്യിൽ നിന്നും കൊണ്ടിട്ടേ പോകുള്ളൂ. ആമി അവളെ കളിയാക്കി. 2 കൊണ്ടാലും വേണ്ടിയില്ല, എനിക്ക് അങ്ങേരെ മതി. നീ എന്നെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ കൊച്ചാണെന്നല്ലേ? ഞാൻ കൊച്ചാണോ വളർന്നോ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവള് കുറേ വാങ്ങിക്കൂട്ടും. ഒരു കാര്യം ഞാൻ പറയാം, അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. ഈ ആണുങ്ങളുടെ കയ്യിൽ നിന്നും അടി വാങ്ങുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അതും തഴമ്പിച്ച കൈകളാണെങ്കിൽ. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീ ചുമ്മാ പേടിപ്പിക്കാതെ പെണ്ണെ, ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കി നിന്റെ ഇഷ്ടം. എന്തായാലും ഞാൻ ഇന്നു മുതലൊന്ന് ശ്രമിക്കാൻ പോകുക. ശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അവസാനം വിഷമിക്കേണ്ടി വരരുത്.
എൻ്റെ ആമിക്കുട്ടി, നീ ഇങ്ങനെ നെഗറ്റീവ് ആകാതടി, എല്ലാം പോസിറ്റീവിലെടുക്കൂ. അവൾ ആമിയുടെ കവിളിൽ രണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. മതി മതി, വാ മുറിയിലേക്ക് പോകാം. ആമി അവളെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. ചിന്നു പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് അവൾ ഡ്രസ്സ് മാറി നേരെ അടുക്കളയിലേക്ക് പോയി. മനുവിനെ വശത്താക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവളൊരു ചായയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി അടുക്കളയിൽ കയറി ചായ ഇടാൻ തുടങ്ങി. അപ്പോഴേക്കും ആമി അവിടേക്ക് വന്നു. ഞാനിടാടി, നീ ഇപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ? എടി, ഇത് സ്പെഷ്യൽ ചായയാണ്. അതെന്താ, ജിഞ്ചർ ചായ വല്ലതും ആണോടി? വശീകരണ ചായ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വശീകരണ ചായയോ? ആമി അന്തം വിട്ട് ചോദിച്ചു. അതേനേ, മനുവേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ചായയാണിത്. ഓഹോ, അങ്ങനെ. ആമി ചിരിച്ചുകൊണ്ട് തലയാട്ടി. എങ്കിൽ ഇങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ആമി അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് വേണ്ട, ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനുവേട്ടനോട് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? ഞാൻ മനുവേട്ടനോട് പറയാൻ പോകുക എനിക്കിഷ്ടമാണെന്ന്. ശരിക്കും? എടി, പണി വാങ്ങിക്കല്ലേ വെറുതെ. എന്ത് പണി? കൂടിപ്പോയാൽ തല്ലുമായിരിക്കും, അല്ലെങ്കിൽ ഇറക്കി വിടുമായിരിക്കും. അതിനപ്പുറം ഒന്നും ചെയ്യില്ലല്ലോ. ഞാൻ അതൊക്കെ മുൻകൂട്ടി തന്നെയാണ് വന്നത്. എടി, ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ? ഞാൻ നല്ലതുപോലെ ആലോചിച്ചതാമി. എനിക്ക് മനുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. പുറത്തു പറഞ്ഞാൽ എനിക്കൊരാശ്വാസം കിട്ടും. പ്ലീസ് ഡി. ശരി, നീ പോയിട്ട് വാ. അവൾ അത്രയും പറഞ്ഞതും ആമിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. ചിന്നു ചായയുമായി മനുവിൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ മനു കണ്ണാടിയിൽ നോക്കി മുടി ചീകുമായിരുന്നു. മനുവേട്ടാ, അവൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ചായ? അയ്യോ, മോളെന്തിനാ അടുക്കളയിൽ കയറിയത്? ഞാൻ വന്നിട്ട് ഇട്ട് തരാമായിരുന്നല്ലോ. അതിനെന്താ, എനിക്കും ചായ ഇടാൻ അറിയാലോ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. അവൾ പുരികം പൊക്കി പറഞ്ഞതും അവൻ കപ്പ് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ആഹാ, മധുരമൊക്കെ കറക്റ്റാണല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവനത് കുടിച്ചുകൊണ്ട് ഫയലും എടുത്ത് കട്ടിലിലേക്ക് പോയിരുന്നു. മനുവേട്ടാ, അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. എന്താ മോളെ, എന്തേലും പറയാനുണ്ടോ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ, പറഞ്ഞോ. അത് എനിക്ക് മനുവേട്ടനെ ഇഷ്ടമാണ്. അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇല്ലാതെയായതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുവിനെയാണ് അവൾ കണ്ടത്. അത് കണ്ട് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. പിന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് തലോടി. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും, കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ഒരു അട്രാക്ഷനാണടാ. പ്രേമിക്കുന്നതിനും പ്രായമൊക്കെ ഉണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അങ്ങനെയല്ല മോളെ, മോക്ക് 21 വയസ്സല്ലേ ആയുള്ളൂ. ഈ ഏജ് എന്നൊക്കെ പറയുന്നത് ചാഞ്ചാടുന്ന മനസ്സുള്ള ഒരു ഏജാണ്. അപ്പോൾ പല ആൺപിള്ളേരോടും അട്രാക്ഷനൊക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അപ്പോഴേ നമ്മൾ ലൈഫിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഇങ്ങേർക്കെന്താ, ഓം ശാന്തി ഓശാന നിവിൻ പോളിയുടെ ആത്മാവ് കയറിയോ? ദുഷ്ടൻ, പ്രായത്തിൻ്റെ പോലും. അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേഷിച്ചു. എന്താ നിന്ന് പിറുപിറുക്കുന്നേ? അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. അവൻ മൂളിക്കൊണ്ട് വീണ്ടും കട്ടിലിലേക്ക് ചെന്നിരുന്ന് ഫയൽ നോക്കാൻ തുടങ്ങി. അവൾ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി. അവൻ അവൾ പോകുന്നതും നോക്കിയിരുന്നു. എന്താടി, എന്തു പറ്റി? കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ചിന്നുവിനെ കണ്ടതും ആമി ചോദിച്ചു. എന്തു പറ്റാൻ? ഒന്നും പറ്റിയില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടല്ലോ. ഞാനോ? കരയാനോ? അതിന് ഈ പൂച്ചക്കുട്ടിയല്ല ഈ ചിന്നു. എന്ത് പറഞ്ഞടി ചാച്ചൻ? ഓ, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. ഇതൊക്കെ പ്രായത്തിൻ്റെ ആണെന്ന് പോലും. അതിനാണോ നീ കരഞ്ഞത്? എടി പൊട്ടി, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത്. പിന്നെ ഇതൊക്കെ ചേച്ചിയുടെ വെറും ഷോ അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഇത്രയൊക്കെ അഭിനയിക്കാൻ അറിയോ? പിന്നില്ലാതെ. നീ എന്താ വിചാരിച്ചത് ചിന്നുവിനെ പറ്റി? ചിന്നു എന്നാ സുമ്മാവാ. അവൾ ഇല്ലാത്ത കോളർ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അവൾ പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് പോയിരുന്ന് TV കാണാൻ തുടങ്ങി. ചിന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും അവൾ പെട്ടെന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് ആമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. രാത്രിയിൽ മനുവും മാമിയും ചിന്നുവും പപ്പയും മമ്മിയും എല്ലാം കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. മോളെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ചിന്നു മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് തോമസ് ചോദിച്ചു. അത് കേട്ട് മനു അവളെ നോക്കി. ഒന്നുമില്ല എങ്കിൽ, ഒരു തലവേദന പോലെ. മരുന്നെന്തേലും വേണോടി? ആമി അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. വേണ്ടടി, ഒന്ന് കിടന്നാൽ മതി. എങ്കിൽ മോള് കഴിച്ചിട്ട് പോയി കിടന്നോ. തോമസ് പറഞ്ഞതും അവൾ തലയാട്ടി. ഫുഡെല്ലാം കഴിഞ്ഞതും അവൾ ആരെയും നോക്കാതെ മുറിയിലേക്ക് പോയി. മനു അവൾ പോകുന്നതും നോക്കിയിരുന്നു. മനു കഴിച്ചിട്ട് കയറി വന്നതും ബാൽക്കണിയിൽ കൈകെട്ടി നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ചിന്നുവിനെയാണ് കണ്ടത്. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ചിന്നു. അവൻ പുറകിൽ ചെന്ന് വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിന്ന് തണുപ്പ് കൊള്ളുന്നത് എന്തിനാ? അവൻ സംശയത്തോട് ചോദിച്ചു.
എനിക്കിവിടെ നിൽക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. നീ മരുന്ന് കഴിച്ചോ? എന്തിന്? തലവേദനയ്ക്ക്. ഈ തലവേദന അങ്ങനെയൊന്നും പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് വിഷമമായോ? ആയില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. അത് സാരമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ അയാൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല ചേട്ടാ. ഞാൻ കൊച്ചല്ലേ. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി തടഞ്ഞിരുന്നു. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം പ്ലീസ്. അവൾ പറഞ്ഞതും അവൻ ഒന്നും മിണ്ടാതെ അവളെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് പോയി.